കാന്താര 2 ഏറെ ചർച്ചയായ സിനിമയാണ്. ഒരുപാട് സംഭവങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും പ്രേക്ഷകരൊക്കെ കാന്താര 1 കണ്ട പ്രേക്ഷകരൊക്കെ കാന്താര 2വിനായി കാത്തിരിക്കുകയായിരുന്നു. പക്ഷേ കാന്താര 2വിന് ഇപ്പോൾ കേരളത്തിൽ വിലക്ക് വന്നിരിക്കുന്നു. കൂടുതൽ തിയേറ്റർ വിഹിതം ആവശ്യപ്പെട്ടതിനാൽ ചിത്രം പ്രദർശിപ്പിക്കില്ലെന്ന നിലപാടിലാണ് തിയേറ്റർ ഉടമകളുടെ സംഘടനയായ ഫിയോക്. കളക്ഷൻ തുകയുടെ 55% വേണമെന്ന വിതരണക്കാരുടെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് തിയേറ്റർ ഉടമകൾ. കേരളത്തിൽ ചിത്രം വിതരണത്തിനെത്തിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷനും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നാണ്. നവമി ദിനേശ് വിവരങ്ങളുമായി. നവമി, വലിയ ഹിറ്റായിരുന്നു കാന്താര. ഇപ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലും ഹിറ്റ് ചാർട്ടിലും ഒക്കെ ഒരേപോലെ വലിയ ചരിത്രം സൃഷ്ടിച്ച കാന്താര 1 ശേഷം കാന്താര 2 എത്തുമ്പോൾ പ്രതീക്ഷയിലായിരുന്നു. എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു തർക്കത്തിന് കാരണം? കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷനും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇതിന്റെ വിഹിതവുമായി ബന്ധപ്പെട്ട് ഒരു തർക്കം ഫിയോക്കും ഈ വിതരണക്കാരും തമ്മിൽ നിലനിന്നിരുന്നു. ഇന്നലെയൊക്കെ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നുവെങ്കിലും ചർച്ച ഫലം കണ്ടില്ല. അതിനെ തുടർന്നാണ് കടുത്ത നിലപാടുമായി ഇപ്പോൾ ഫിയോക്ക് രംഗത്തെത്തിയിരിക്കുന്നത്. കാന്താര 2 കേരളത്തിൽ പ്രദർശിപ്പിക്കില്ല എന്നാണ് തിയേറ്റർ ഉടമകൾ എടുത്തിരിക്കുന്ന തീരുമാനം. കാരണം ഈ വിതരണക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ചിത്രത്തിന്റെ കളക്ഷൻ 55% വേണം. അതായത് ആദ്യത്തെ 2 ആഴ്ചകളിൽ ചിത്രത്തിൽ ലഭിക്കുന്ന തുകയുടെ 55% വിതരണക്കാർക്ക് വേണമെന്നായിരുന്നു ഇവരുടെ ആവശ്യം. പക്ഷേ തിയേറ്റർ ഉടമകൾ പറയുന്നത് അത് ഞങ്ങളെ സംബന്ധിച്ച് വലിയ നഷ്ടമായിരിക്കും ഉണ്ടാക്കുക. പ്രത്യേകിച്ച് ഒരു അന്യഭാഷാ ചിത്രങ്ങൾ മലയാളത്തിലേക്ക് തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അതിൽ സാധാരണ 50% നൽകുന്നത്. ബിഗ് ബഡ്ജറ്റ് ചിത്രം അല്ലെങ്കിൽ ഏറെ പ്രതീക്ഷയുള്ള വൻ ഹിറ്റ് ആകുമെന്ന് ഉറപ്പിക്കുന്ന ചിത്രങ്ങളിലാണെങ്കിൽ 55% സാധാരണ കൊടുക്കാറുണ്ട്. പക്ഷെ അത് ആദ്യത്തെ ഒരാഴ്ച മാത്രമാണ് അങ്ങനെ 55% വിതരണക്കാർക്ക് നൽകുക. ഇതിൽ പക്ഷേ 2 ആഴ്ചയും 55% വേണമെന്ന് പറയുമ്പോൾ തിയേറ്റർ ഉടമകൾ പറയുന്നത് ഞങ്ങൾക്ക് അത് വലിയ നഷ്ടമായിരിക്കും. ഈ സിനിമ ഇറക്കുന്നത് കൊണ്ട് ലാഭമൊന്നും ലഭിക്കുകയില്ല എന്നാണ് വിതരണക്കാരുടെ തിയേറ്റർ ഉടമകളുടെ അഭിപ്രായം. പക്ഷെ വിതരണക്കാരായിക്കോട്ടെ ഇത് ചെവിക്കൊണ്ടില്ല. അവർ 55% തന്നെ വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇതിനെ തുടർന്നാണ് ചർച്ച പരാജയപ്പെടുകയും അങ്ങനെയാണെങ്കിൽ ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിക്കില്ല എന്ന കടുത്ത നിലപാടിലേക്ക് തിയേറ്ററുകളുടെ ഉടമകളുടെ സംഘടനയായ ഫിയോക്ക് കടക്കുകയും ചെയ്തത്. ഫിയോക്ക് മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. ഒരു മലയാള ചിത്രം മറ്റു ഭാഷകളിലേക്ക് പ്രദർശിപ്പിക്കുമ്പോൾ അതിന് വിതരണക്കാർക്ക് ലഭിക്കുന്നത് വെറും 40%. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്തരത്തിൽ 55% വേണമെന്ന് വാശി പിടിക്കുന്നത് എന്നുകൂടി ഫിയോക്ക് ചോദിക്കുന്നുണ്ട്. എന്തായാലും ഇനി കൂടുതൽ ചർച്ചകൾ ഉണ്ടാകുമോ? പൃഥ്വിരാജും ലിസ്റ്റിൻ സ്റ്റീഫനും ഇതിൽ എന്ത് നിലപാടായിരിക്കും അടുത്ത ഘട്ടത്തിൽ സ്വീകരിക്കുക എന്നതാണ് ഉറ്റുനോക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഫിയോക്ക് എടുത്തിരിക്കുന്ന കടുത്ത നിലപാട് കാന്താര 2 കേരളത്തിൽ റിലീസ് ചെയ്യില്ല എന്നതാണ്. അങ്ങനെയാണെങ്കിൽ പൃഥ്വിരാജ് പ്രൊഡക്ഷൻസിനും ലിസ്റ്റിൻ സ്റ്റീഫനും വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. കാരണം വിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കാന്താര ആദ്യത്തെ ഭാഗം അത് വലിയ ഹിറ്റായിരുന്നു. അതിന്റെ നടന് ഋഷഭ് ഷെട്ടിക്ക് നാഷണൽ അവാർഡ് വരെ ലഭിച്ച വലിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു ചിത്രം കൂടിയാണ്. എന്തായാലും ഈ കാന്താര 2 കേരളത്തിലേക്ക് റിലീസ് ചെയ്യില്ല എന്ന കടുത്ത നിലപാടിലേക്കാണ് ഫിയോക്കും കടന്നിരിക്കുന്നത്. നവമി, ഈ വിഷയത്തിൽ ഈ കാന്താര 1-നൊക്കെ ഇവർ എത്രയാണ് തിയേറ്റർ വിഹിതം കൊടുത്തിട്ടുള്ളത്? നമുക്കറിയാം മലയാളത്തിൽ പലപ്പോഴും ഇത്തരം ചില സിനിമകളാണ് വന്ന് വലിയ ലാഭമുണ്ടാക്കുന്നത്. മലയാള പ്രേക്ഷകരാകട്ടെ ഇത്തരം സിനിമകളെ വലിയ രീതിയിൽ ഏറ്റെടുക്കുന്നതും കണ്ടിട്ടുണ്ട്. അപ്പോൾ തിയേറ്റർ ഉടമകളെ സംബന്ധിച്ചും വലിയ നേട്ടം ഉണ്ടാക്കാവുന്ന വളരെ കുറഞ്ഞ അവസരങ്ങളേ ഉള്ളൂ. അപ്പോൾ അവർ പറയുന്ന ഈ ന്യായത്തെ പൊതുവെ എങ്ങനെയാണ് കാണുന്നത്? കാന്താര ഫസ്റ്റ് തിയേറ്ററിൽ എത്തുമ്പോൾ തന്നെ അതിൽ 50% ഇവർ നൽകിയത്. 55% തിയേറ്റർ ഉടമകൾ നൽകാൻ തയ്യാറാണ്. പക്ഷേ അത് ആദ്യത്തെ ആഴ്ച നൽകുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടില്ല, എതിർപ്പില്ല. രണ്ടാമത്തെ ആഴ്ച കൂടി 55% നൽകണമെന്ന് പറയുമ്പോൾ തിയേറ്ററുകാരെ സംബന്ധിച്ച് അത് വലിയൊരു സാമ്പത്തിക നഷ്ടത്തിലേക്ക് പോകും. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ അടുത്ത കാലങ്ങളിൽ, പ്രത്യേകിച്ച് ഈ കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയങ്ങളിൽ ഒരു ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അത് ഒരു 3-4 ആഴ്ച അടുപ്പിച്ച തിയേറ്ററുകളിൽ ഓടുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം സിനിമകൾ മാത്രമേ ഉള്ളൂ. അത് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങളായി ഇറങ്ങുന്നതിൽ മാത്രമേ ഉള്ളൂ തിയേറ്റർ ഉടമകൾക്ക് ഒരു ലാഭം എന്ന രീതിയിലേക്ക് എത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു സാധാരണ സിനിമ ഇറങ്ങുമ്പോൾ
വലിയ രീതിയിലുള്ള ഒരു ലാഭം തിയേറ്റർ ഉടമകൾക്ക് ലഭിക്കുകയുമില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ഇത്തരത്തിലൊരു കടുത്ത നിലപാടിലും എത്തിയിരിക്കുന്നത്. കാന്താര പോലുള്ള സിനിമകൾ തിയേറ്റർ ഉടമകളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയോടെയാണ് നോക്കിക്കാണുന്നത്. അതെന്തായാലും വലിയ 2-3 ആഴ്ച അടുപ്പിച്ചത് കളക്ഷൻ നേടുകയും വലിയ തിരക്കുകൾ ഉണ്ടാകും എന്നൊരു വിശ്വാസത്തിലാണ്. പൃഥ്വിരാജ് പ്രൊഡക്ഷനോ ലിസ്റ്റിനെ പോലുള്ള വലിയ ബാനറുകൾ ഈ വിതരണത്തിൽ എത്തിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള കടുത്ത നിലപാടുകൾ അവർ എടുക്കുകയും അത് തിയേറ്റർ ഉടമകൾക്ക് വലിയ ബുദ്ധിമുട്ടാകുകയും ചെയ്യുന്നത് എന്നുകൂടി ഫിയോക്ക് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും അവരുടെ അടുത്ത ഒരു ഘട്ട ചർച്ചയിലേക്ക് എത്തുമ്പോൾ എന്താണ് ഈ നിലപാടിൽ അയവുണ്ടാകുമോ അതോ വിതരണക്കാർ ഇതിലൊരു നിലപാടിൽ അയവ് വരുത്തുമോ എന്നതാണ് നോക്കി കാണേണ്ടത്. ഇപ്പോഴെന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ലിസ്റ്റിനും പൃഥ്വിരാജുമായിട്ടൊക്കെ സംസാരിച്ചുവെങ്കിൽ പോലും അവര് 55% തന്നെ വിതരണത്തിലുള്ള വിഹിതം ലഭിക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതും അടുപ്പിച്ച് 2 ആഴ്ച ലഭിക്കണമെന്ന് പറയുമ്പോൾ അതിലെയാണ് ഈ തിയേറ്റർ ഉടമകൾക്ക് വിയോജിപ്പും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ 2 ആഴ്ച എന്ന് പറയുന്നത് സാധാരണ ഉണ്ടാകാത്തൊരു കാലയളവാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു വാദത്തിന് ഫിയോക്ക് വഴങ്ങി കൊടുക്കില്ല എന്നാണെങ്കിൽ ഇത് എപ്പോഴത്തേക്കാണ് റിലീസ് നിശ്ചയിച്ചിരിക്കുന്നത്? ആ സമയത്തേക്ക് ഇതിലൊരു പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട്? ഇതിപ്പോൾ സാധാരണ ഫിയോക്ക് ആവർത്തിച്ച് പറയുന്നത് ആദ്യത്തെ ഒരാഴ്ച 50-55% കൊടുക്കുവാൻ തയ്യാറാണ്. പ്രത്യേകിച്ച് ആ സിനിമയുടെ കളക്ഷൻ അനുസരിച്ച് അല്ലെങ്കിൽ ആ സിനിമയുടെ പ്രചാരണം അനുസരിച്ച് വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്, ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചിരിക്കുന്ന ചിത്രമാണ്. കാരണം കാന്താര ഫസ്റ്റ് പോലും വലിയ കളക്ഷൻ നേടിയിട്ടുള്ള വലിയ എല്ലാ ഭാഷകളിലും വലിയ കളക്ഷൻ നേടിയിട്ടുള്ള ഒരു സിനിമ കൂടിയാണ്. ആ ഒരു ഘട്ടത്തിൽ കാന്താര 2വിനും ആ പ്രതീക്ഷ തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ആഴ്ച 50-55% കൊടുക്കുവാൻ തയ്യാറാണ്. പക്ഷേ പിന്നീടുള്ള ആഴ്ചയും ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ലാഭമാണ് തിയേറ്റർ ഉടമകൾക്ക് ലഭിക്കുക എന്നൊരു സംശയമാണ് അവർ ഉന്നയിക്കുന്നത്. ഇനി മറ്റൊരു തരത്തിലേക്കാണ് ഈ സിനിമ പ്രേക്ഷകർ സ്വീകരിക്കുന്നതെങ്കിൽ അത് തിയേറ്റർ ഉടമകളെ സംബന്ധിച്ച് വീണ്ടും നഷ്ടത്തിലേക്ക് തന്നെ പോകും. അതിന് ആ ഒരു രീതിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു തരത്തിലേക്കുള്ള ചർച്ചയിലേക്ക് നീങ്ങാതെ ആദ്യത്തെ ആഴ്ചയിലേക്ക് നൽകുവാൻ തയ്യാറാണെന്ന് കൂടി അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശരി നവമി, ഇപ്പോൾ ശ്രീ ലിബർട്ടി ബഷീർ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ലിബർട്ടി ബഷീർ, കാന്താര 2 അല്ലെങ്കിൽ കാന്താര പോലെയൊക്കെയുള്ള സിനിമകൾ വല്ലപ്പോഴും ഒക്കെയാണ് സംഭവിക്കുന്നത്. അങ്ങനെ ഒരു ചിത്രം വരുമ്പോൾ എല്ലാവർക്കും അതിൻ്റെ ഗുണം കിട്ടുകയും വേണം. ഇപ്പോൾ ഇങ്ങനെ 55% തിയേറ്റർ വിഹിതം എന്നൊരു വാദത്തിൽ അവർ വിതരണക്കാർ ഉറച്ചു നിന്നാൽ നിങ്ങളുടെ നിലപാട് എന്താണ്? തീർച്ചയായിട്ടും കഴിഞ്ഞ കാന്താര ഫസ്റ്റ് നമ്മൾ കളിച്ചത് ഈ 55 ടേംസിൽ തന്നെ ആ പടം കളിച്ചത് കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളിലും. ഇപ്പം ഈ ഫിയോക്ക് പടം കളിക്കില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിലെ 300-ലധികം തിയേറ്ററിൽ ആ പടം കളിച്ചിരിക്കും. കേരള ഫിലിം എക്സിറ്റേഴ്സ് ഫെഡറേഷന്റെ നമ്മുടെ സംഘടനയിൽ 150 ഉണ്ട്. കാന്താര 1 55% എന്ന തിയേറ്റർ വിഹിതത്തിലാണ് കളിച്ചിരുന്നത്. എങ്ങനെ? കാന്താര 1 കളിച്ചത് 55% വിഹിതത്തിലായിരുന്നു. അതെ 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 അതെ. ഓക്കെ. ഈ 2 ആഴ്ച എന്നുള്ള സമയമോ? സാധാരണഗതിയിൽ ഒരാഴ്ചയൊക്കെ ആണല്ലോ അങ്ങനെ കൊടുക്കാറുള്ളത്. ഇല്ല, ഇപ്പോഴത്തെ വലിയ വലിയ പടങ്ങളൊക്കെ അതിന് കോടിക്കണക്കിന് രൂപ അഡ്വാൻസ് കൊടുത്തിട്ടുള്ള പടമാണ്. ആ ബോധം തിയേറ്ററുകാർക്ക് വേണ്ടതാണ്. കാരണം ഇപ്പം സ്വതവേ തന്നെ തിയേറ്ററിൽ പടം കുറഞ്ഞ സമയമാണ്. വല്ലപ്പോഴാണ് ഇറ്റ് പടങ്ങൾ കിട്ടുന്നത്. ഈ തുടരിന് ശേഷം ഇപ്പൊ ഓണത്തിന് ഓടിയ 2 പടമാണ് മോഹൻലാൽ പടവും ലോകാന പടവും. അപ്പം ഈ വല്ലപ്പോഴും കിട്ടുന്ന പടത്തിൽ ഇങ്ങനെ ഈ തടസ്സം ഉണ്ടാക്കുന്നവർക്ക് ന്യായീകരിക്കാൻ പറ്റില്ല. നമ്മളും തിയേറ്റർ ഓണർ തന്നെയാണ്, ഫെഡറേഷൻ പ്രസിഡന്റാണ്. നമ്മള് ഈ ഡിസ്ട്രിബ്യൂട്ടർക്ക് തന്നെ 50 സ്ക്രീൻ ഈ മാജിക്